Hello, Hara. Hello, ma'am. Am I speaking to Miss Juna? Yes, you are. Can I know who you are? Oh, yes. I'm the manager of Fashion World, and we have seen your pictures on Instagram, and we thought that you'll be perfect to become a model. So, would you like to give it a try? Oh, So, would you like to become the ambassador of our company? I would love to, but can I know more about it? Of course, ma'am. Our company is selling different jewels, bags, and shoes. So, you'll be categories in these threes, and first you need to confirm whether you are in or not. It will be a yes. Okay, ma'am. The next you need to sign the contract. It will be great if you come to our company. By the way, we have a branch here in Kochi. Oh, I'm currently there right now, so I'll come there. Can you do us a favor? It's just that can you do it today? Because starting tomorrow we can't send our company van because we have some other shoots. So can you please? Yeah, sure. Okay, ma'am. And we have already messaged you in Instagram. So we just have to send your address in there. Oh, yes, thank you. Thanks to you too. കോൾ കട്ട് ചെയ്ത ശേഷം അവൾ തുള്ളിച്ചാടി. അത്രയ്ക്കും സന്തോഷമുണ്ടായിരുന്നു അവൾക്ക്. ഒരു മോഡലാവണമെന്ന് അവളൊരാഗ്രഹമായിരുന്നു. അവൾ ഒട്ടും സമയം കളയാതെ വീട്ടിലേക്ക് വിളിച്ചു. പാരൻസിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ചു. അവർക്കെല്ലാവർക്കും ഓക്കെയാണ്. ഇനി ഇവരോട് മാത്രമേ പറയാനുള്ളൂ. ഹലോ ഗൈസ്, എന്നാ നട്സ് പോയാണ്ടാനെ പോലെ ഇരിക്കുന്നത്? നട്സോ? എവിടെ? എനിക്കും വേണം. പോയി പോയി മുടി പോയി. ഞാൻ ചെറുതായിട്ടൊരു ചടി അടിച്ചതാ. വർക്കായില്ല കേട്ടോ. അല്ല, ഇതിപ്പം എന്തിനാ വന്ന്? ആ, അതെന്താന്ന് വെച്ചാലേ എനിക്കൊരു കോൾ വന്നു. അതിന് ഇവള് കേക്ക്, എനിക്കൊരു കമ്പനിയിൽ നിന്നാണ് കോൾ വന്നത്. അവരുടെ മോഡലാവാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ പ്രഗ്നന്റ്. അയ്യേ, എന്തുവാടി? ഓ, അതാ ഫ്ലോയിൽ വന്നത്. എനിവേ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. പിന്നെ ഇന്ന് പോകട്ടോ. അവരുടെ കാർ ഇന്ന് വിടാൻ പറ്റുള്ളൂ അത്രേ. നാളെ മുതൽ അവർക്ക് വേറെ ഷൂട്ടുണ്ട് എന്ന്. ഇന്നോ? ആടി, 2 ദിവസത്തേക്കേ ഉള്ളൂ. 2 ദിവസമോ? എടി, ജസ്റ്റ് 2 ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ വരുമല്ലോ. പിന്നെ എന്തിനാ വെറുതെ വിഷമിക്കണേ? അത് തന്നെയാണ് എൻ്റെയും വിഷമം. ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. എന്നെ എനിക്കൊരാഴ്ചയൊക്കെ അവിടെ നിന്നൂടെ? തെണ്ടികൾ, പോടി അവിടുന്ന്. റബേക്കെ, നിനക്ക് വിഷമമില്ലല്ലോ ഞാൻ പോകുന്നതിന്? എനിക്ക് വിഷമമൊന്നുമില്ല, ബട്ട് എൻ്റെ സാലറി കൊണ്ട് എനിക്കെന്തെങ്കിലും വാങ്ങിത്തന്നെ. ശരി, എന്നാ ഞങ്ങൾക്കും. എന്നാ ഞാൻ പോയി ബാഗ് പാക്ക് ചെയ്യട്ടെ. പിന്നെ അനീറ്റേ, എൻ്റെ ഒരു ടോപ്പും ഹീലും മാലയും എനിക്ക് വേണം. ഓഹോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സാധനം തന്നെ വേണമല്ലോ അല്ലേ? എനിവേ വാ, ഞാൻ എടുത്തു തരാം. ഓക്കേ. അനീറ്റേ, എൻ്റെ ബട്ടർഫ്ലൈൻ്റെ സോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, നീയാണോ അതെടുത്തത്? ഞാൻ എത്ര തപ്പിന്നറിയോ തെണ്ടി. മര്യാദയ്ക്ക് അത് കഴുകിയിട്ട് വെച്ചോ. ആലോചിക്കാം. എടി, ഒന്നിങ്ങ് വാടി. അതാ വരുന്നു. നിന്നൊന്ന് വണ്ടി കയറ്റിട്ട് വേണം എനിക്കൊന്ന് പോകാൻ. കാറ് വരാൻ വഴുകാണെങ്കിൽ നിങ്ങൾ പൊക്കോ. ജൂണേ, ദേ വണ്ടി വന്നു. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു. എന്നാ പിന്നെ ഇനി ഞങ്ങളും പോവാ. ശരി, എപ്പോ എത്തും? ഒരു 8 മണിയൊക്കെ ആവുമ്പോ എത്തും. ഓക്കെ. അപ്പോ ശരി. പിന്നെ അനു, എന്തോ? നാളെ നമുക്കൊരു ഡേറ്റിന് പോകാം. ഓ, ശരിക്കും? താങ്ക് യു, ഐ ലവ് യു. ലവ് യു ടു. ഒന്ന് ഇറങ്ങിപ്പോയി രണ്ടും. എന്തുവാടി അസൂയക്കാരി? ശരി എന്നാ.
ഹലോ ഗോയ്സ്. ആടാ സുഖല്ലേ? അങ്ങനെ പോണു, സുഖമൊക്കെ തന്നെ. അല്ല, കിവി പറഞ്ഞ സാധനം അവിടെ ഇവിടെ കാണാനല്ലോ. ഇവിടെ എവിടേക്കൊക്കെ ഉണ്ടായിരുന്നു, പോന്നപ്പോൾ കൊടുന്നതായിരുന്നു, ഇപ്പം കാണാനുമില്ല. അതാ വരുന്നുണ്ട്. ഹലോ ഗൈസ്, എന്തൊക്കെയാ? നീ എവിടെ ആയിരുന്നടാ? ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ തപ്പാൻ പോയതാ. എന്നാത്തിന്? സാധാരണ നമ്മൾ എന്തിനാ റെസ്റ്റോറൻറ്റിൽ പോവാ? തിന്നാൻ. വിശന്നിട്ട് പോയടാ. എന്തുവാ എനക്ക് അവിടെ നിന്ന് വാങ്ങാൻ വെയ്ക്കില്ലേ? ഫ്ലൈറ്റിൽ തന്നെ ആരെങ്കിലും ചങ്ങല കിട്ടാറുന്നു? ഓൻ അതിനകത്തൊന്നും തിന്നത്തില്ലല്ലോ. മകൻ സ്പൈസി ഫുഡൊക്കെ ഭയങ്കര എലർജിയല്ലേ. പിന്നെ അവിടെ ഉള്ളത് എന്താ, കിവി ജ്യൂസ്. അതാണ് ഈ കിവിക്ക് പറ്റത്തൂലല്ലോ. പോടപ്പട്ടി. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? എനിക്ക് വിശന്നിട്ട് പോയാ. അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ബാ. ഹലോ, ജെത്തിയോടി? ആരി എത്തി. നാളെ മുതൽ അത്രേ ഷൂട്ട്. അപ്പം ഇപ്പം എവിടെയാ? എൻ്റെ ചേട്ടായിൻ്റെ വീട്ടിൽ. അപ്പം ചേട്ടായി എവിടെയാ? അവിടെ എവിടെയെങ്കിലും കാണും. ഓ, എന്നാ ശരി. ഇടി, ഇവിടെ ഓരോ ഡോറും ഇട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ബൈ ബൈ. നോക്കിയും കണ്ണൊക്കെ റോഡ് തുറന്നോ. ചിലപ്പോൾ വല്ല പ്രേതമായിരിക്കും. അല്ല, പറയാൻ പറ്റത്തില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒരു കാട്ടിനുള്ള പ്രദേശമാണല്ലോ. വല്ല കൊലപാതകം നടന്നുണ്ടോ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ടാറ്റ. ഇന്ന് പോയിക്ക അവിടെ നിന്ന്. ബൈ ബൈ. മിയേ, പോയി ഡോർക്ക്. ഇവിടെ വെള്ളമൊന്നും വയ്യ. വല്ല ജൂണ് പറഞ്ഞ മാതിരി പ്രേതം വല്ലതുണ്ടാവും. ഇപ്പം ഇട്ടേക്ക് അവിടെ നിന്ന്. റേബയ്ക്കേ, ഈ പോയി ഓർന്നാ? എനിക്കൊന്നും വയ്യ. ചിലപ്പോൾ ഇവള് പറഞ്ഞ പോലെ പ്രേതാണെങ്കിലോ? നീ പോയി തോക്കെ. എനിക്കൊന്നും വയ്യ. പേടിച്ചിട്ടാണല്ലേ? അതൊന്നുമില്ല. നിർത്തുവോ? മതി മതി. ഇനിയിപ്പം ഞാൻ തന്നെ പോയി തുറന്നോളാം. ഹലോ, എന്നാ കൊച്ചിൻ്റെ പേര്? എടാ, ആദ്യം ഒന്ന് ഉള്ളിക്ക് കയറി, എന്നിട്ട് പോരാ എൻ്റെ പേര് ഊരും അറിയില്ലേ. ഓക്കെ. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഞങ്ങളുടെ ട്വിൻ ഫ്രണ്ട്സ്. ഹലോ, എൻ്റെ പേര് കെൽവിൻ. ഹലോ, ഞാനാണ് കെവിൻ. ഹലോ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇച്ചിരി ലാഗാക്കിയോ? കുഴപ്പമില്ല, കണ്ടോ? പിന്നെ നമുക്ക് അടുത്ത വീഡിയോ മുതൽ ബെസ്റ്റ് കമൻ്റ് ഇടണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടുക. ഓക്കെ, ബൈ.